വിനോദ്, താങ്കൾ ഇന്നലത്തെ ചർച്ചയിൽ പറഞ്ഞ ഒരു കാര്യമാണ് കോൺഗ്രസും രാഹുലും ചതിയന്മാരായി മാറി എന്നുള്ളത്. വിനോദ് മ്യൂട്ടാണ്. വിനോദ് ഒന്ന് അൺമ്യൂട്ട് ചെയ്യൂ. സോറി ഞാൻ ആ സ്റ്റേറ്റ്മെന്റിൽ ഓൺ ചെയ്യുന്നു. കാരണം ചതിന്ന് ഉദ്ദേശിച്ചത് ഇവിടെ ശ്രീത് പണിക്കർ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യ സഖ്യം ഏത് ഇപ്പം ഹരിയാനയിൽ മത്സരിച്ചു, ഒറ്റയ്ക്ക് മത്സരിച്ചു. ഇന്നലെ അത് ചൂണ്ടിക്കാണിച്ചു. എനിക്ക് ഇന്ന് അവിടെ അദ്ദേഹം ഇല്ല, നമ്മുടെ ഇന്നലെ ഉണ്ടായിരുന്ന ആള് ഇന്ന് ചർച്ചയിലില്ല. അതുകൊണ്ട് അദ്ദേഹം പലതവണ പറഞ്ഞു ഗോവയിൽ നിങ്ങൾ പോയി മത്സരിച്ചു, ഗുജറാത്തിൽ മത്സരിച്ചു, അതുകൊണ്ട് കോൺഗ്രസ് തകർന്നു എന്ന് പറഞ്ഞു. അങ്ങനെയല്ലല്ലോ. പക്ഷെ അതിന് ശേഷമാണല്ലോ ഇന്ത്യ സഖ്യം രൂപപ്പെട്ടത്. ഇന്ത്യ സഖ്യത്തിന്റെ ആ ധാരണ പുറത്താണ് പൊട്ടുപോകുന്നത്. ആ ധാരണയെ അട്ടിമറിക്കുന്ന രീതിയിൽ കോൺഗ്രസ് പെരുമാറി. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ പോലെ ഉന്നതനായ ഒരു നേതാവ്, ഒരു പ്രതിപക്ഷ സംവിധാനത്തിന്റെ ശ്രേണിയുടെ നേതാവായി നിൽക്കുന്ന, ഇന്ത്യ സഖ്യത്തിന്റെ മുൻപന്തിയിൽ നിൽക്കുന്ന, അതിനെ നയിക്കുന്ന പ്രതിപക്ഷ നേതാവായിട്ടുള്ള അദ്ദേഹം സാധാരണ ലോക്കൽ വോട്ടേഴ്സ് അല്ലെങ്കിൽ ലോക്കൽ ലീഡേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കും. നമുക്ക് അവിടെ PCC അധ്യക്ഷന്മാരൊക്കെ ബുദ്ധിമുട്ടുണ്ടായി, അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി ഭരണഘടന എടുത്തു വെച്ചിട്ടാണ് 24 മണിക്കൂർ സംസാരിക്കുകയും ഇതിനെ സംരക്ഷിക്കണം എന്ന് പറയുന്ന സാഹചര്യത്തിൽ ഭരണഘടനാപരമായിട്ടുള്ള അധികാരങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഒരു ലഫ്റ്റനന്റ് ഗവർണർ ശ്രമിക്കുന്നു എന്ന് ആം ആദ്മി പറഞ്ഞതിനെ സപ്പോർട്ട് ചെയ്ത, രാജ്യസഭയിലും ലോക്സഭയിലും സപ്പോർട്ട് ചെയ്ത കോൺഗ്രസ്, അതാണല്ലോ ആ സാഹചര്യം. അങ്ങനെ സപ്പോർട്ട് ചെയ്ത് അതിനുവേണ്ടി സംസാരിച്ച കോൺഗ്രസ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഡൽഹിയിൽ പോയി കേജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും വേണ്ടി വോട്ട് ചെയ്ത രാഹുൽ ഗാന്ധി ഈ ഒരു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഡൽഹിയിൽ ഒരിക്കലും അവർ അത്ഭുതം കാണിക്കത്തില്ല. അവരുടെ അത്ഭുതം എന്ന് പറയുന്നത് അവരുടെ മത്സരം നോട്ടയോടാണെന്ന് പലരും പറഞ്ഞു കഴിഞ്ഞു. അവരുടെ അത്ഭുതം 0-ൽ നിന്ന് 1-2 എടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഒരു സീറ്റിലേക്ക് ഒരു പിക്ചർ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ അവിടെ ഈ വോട്ടുകൾ ഭിന്നിപ്പിച്ച് BJP-യെ എല്ലാ അർത്ഥത്തിലും BJP-യെ സഹായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചതിയെ പൊളിറ്റിക്കൽ. മറ്റൊരു കാര്യമുണ്ട്, ഒരു തൂക്ക് സഭയിലേക്ക് പോകുമ്പോൾ 1-2 സീറ്റുകൾ കോൺഗ്രസ് നേടിയാൽ പോലും അവരാണ് അവിടുത്തെ ഒരു കറുത്ത കുതിരകളായി വരാൻ പോകുന്നത്. അങ്ങനെയുണ്ടല്ലോ. അല്ല, അത് ഞാൻ പറഞ്ഞത് ഇത് സ്വാഭാവികമായിട്ടും നമ്മൾ ഇത് ഇവിടെ സംസാരിക്കും. ഇത് പൊളിറ്റിക്സ് ആണല്ലോ. സ്വാഭാവികമായും BJP-യെ മാറ്റി നിർത്തുക എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ശ്രീത് പണിക്കൊക്കെ പറഞ്ഞതുപോലെ തന്നെ. അല്ല, നിങ്ങൾ പറയുന്നത് BJP-യുടെ B ടീമാണ് കോൺഗ്രസ് എന്നാണ്. BJP-യുടെ ഞങ്ങളെ പറ്റി അവരും ആദ്യകാലത്ത് ആം ആദ്മി പാർട്ടി ആദ്യ അധികാരത്തിൽ വന്നപ്പോൾ കോൺഗ്രസിന്റെ പിന്തുണ ഭരിച്ചു. അതിനുശേഷം പിന്നെ ഞങ്ങളെ 24 മണിക്കൂറും ഞങ്ങൾ ഇതിന്റെ B ടീമാണെന്ന് പറഞ്ഞതാണ് കോൺഗ്രസ്സുകാർ. ഇപ്പൊ അവർ തിരിച്ചു പറയുന്നു. അപ്പൊ ഞങ്ങൾ നമ്മൾ ഇപ്പം മഞ്ജുഷ പറഞ്ഞു ഓരോ സാഹചര്യത്തിന് ഇലക്ഷൻ നടക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ 28 സീറ്റിൽ കഴിഞ്ഞ തവണ 22,000-ലധികം ഭൂരിപക്ഷത്തിൽ ജയിച്ച മണ്ഡലങ്ങളാണ് എന്ന് പറഞ്ഞപ്പോൾ മഞ്ജുഷ പറഞ്ഞു രാഷ്ട്രീയ സാഹചര്യം മാറി, അവിടെ BJP ഫൈറ്റ് കൊണ്ടുവന്നു സമ്മതിക്കുകയും ചെയ്യുന്നു. ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം എന്തിനാണ് ഇലക്ഷൻ നടക്കുന്നത്, ഏത് സാഹചര്യത്തിൽ ഇലക്ഷൻ നടക്കുന്നത്? BJP എന്ന് പറയുന്ന പാർട്ടി എല്ലാ രീതിയിലും ഒരു പവർ കുറഞ്ഞ ഒരു ഒരു ശ്രേണിയിലിരിക്കുന്ന ഡൽഹി ഗവൺമെന്റിനെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, അതാണ് ഇന്നലെയും പാർലമെന്റിലെ പ്രസംഗം രാഹുൽ ഗാന്ധിയുടെ എങ്ങനെയായിരുന്നു? ഭരണഘടനയാണ് ഉയർത്തിപ്പിടിക്കുന്നത്. അപ്പൊ ഭരണഘടന അതിനെ ലംഘിക്കുന്നു, ഭരണഘടനാപരമായ അവകാശങ്ങളെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞാണ് കേജ്രിവാളും യുദ്ധം ചെയ്യുന്നത്. രണ്ടുപേരും ഒരേ കോസിന് വേണ്ടി നിൽക്കുമ്പോൾ ഒരു ഇലക്ഷൻ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് കേജ്രിവാൾ കൗശലക്കാരനാണെന്നും കേജ്രിവാൾ മധ്യ അഴിമതി നടത്തിയ ആളാണെന്നും കേജ്രിവാൾ കള്ളനാണെന്നും ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എത്ര വൃത്തികേടാണ്. എന്താണ് നിങ്ങൾ പോയി യമുനയിലെ വെള്ളം കുടിക്കൂ, ആശുപത്രിയിൽ കാണാൻ വരാം. ഞാനിന്ന് മനസ്സിലാക്കുന്നത് പഞ്ജുഷ് മറ്റൊരു കാര്യമുണ്ട്. ഈ യമുനയിലെ വെള്ളം ഹരിയാന എന്ന് പറയുന്ന സ്റ്റേറ്റ് അവിടെ കൂടുതൽ മലിനജലമാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹി ജൽ ബോർഡ് സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട്. അപ്പൊ ഇത് ഓൺ ചെയ്തൊരു സ്റ്റേറ്റ്മെന്റ് അല്ലേ. പാർലമെന്റിൽ സഞ്ജയ് സിംഗ് ആ വിഷയത്തിൽ പ്രതികരിക്കുകയും ചെയ്തു. അപ്പം രാഹുൽ ഗാന്ധി വന്നിട്ട് പറയാണ് നിങ്ങൾ പോയി വെള്ളം കുടിക്കൂ, വെള്ളം കുടിച്ചതിന് ശേഷം ആശുപത്രി കാണാൻ വരാമെന്നൊക്കെ പറയുന്ന ഒരു ലോക്കൽ പൊളിറ്റീഷ്യൻ ലെവലിലേക്ക് ഇത്രയും വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഗാന്ധി കുടുംബത്തിന്റെ ഒക്കെ മഹിമ പറയുന്ന പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന ഇന്ത്യയിലെ മുഴുവൻ മതേതര ജനാധിപത്യ സംവിധാനങ്ങളെയും ഒരേ കുടക്കീഴിൽ കൊണ്ടുവരാൻ വേണ്ടി രാപ്പകൽ അധ്വാനിക്കുന്ന കോൺഗ്രസ്സുകാർ പറയുന്ന സാഹചര്യത്തിൽ ഈ കാണിക്കുന്നത് അല്ലെങ്കിൽ അവിടെ വോട്ടുകൾ ഭിന്നിപ്പിക്കുന്നത്, സ്പ്ലിറ്റ് ചെയ്യുന്നത് അത്ര നല്ല കാര്യമല്ല എന്ന് തന്നെ പറയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും BJP-യുടെ B ടീം എന്ന് പറയുന്നില്ല. ഞാൻ ഇവിടെ ഇത്രയും പറഞ്ഞു. ഞാൻ ഇന്നലെയും ഈ ചർച്ചയിൽ പറഞ്ഞിങ്ങനെ തന്നെയാണ്. അതായത് ആം ആദ്മി പാർട്ടി അധികാരത്തിൽ നിന്ന് മാറ്റണം. അതാണ് മോൻ ചത്താനും വേണ്ടിയുള്ള മരുമോടെ കണ്ണുനീര് കാണണം. കാരണം ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ടുള്ള പാർട്ടിയാണെന്നുള്ള ആ പക ഉള്ളിൽ വെച്ച് ശരിയാണ്. രാകേഷ്, ആ ഒരു കാര്യം അവിടുത്തെ